പാവങ്ങൾ എന്ന പേരിൽ വിഖ്യാതമായ കൃതി. അതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃതി ഫ്രഞ്ചിലിറങ്ങി ഓൾറെഡി ഐതിഹാസികമാണ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായി ഒരു വലിയ ഇതിഹാസം മലയാളത്തിലേക്ക് വരികയാണ്. അതിൻ്റെ പ്രതീക്ഷകൾ തീർച്ചയായും ഉണ്ടാവും. നാലപ്പാട്ട് നാരായണ മേനോനെ പോലെ ഒരാളാണ് അത് കൊണ്ടുവരുന്നത്. മംഗളോദയം അത് 5 ഭാഗങ്ങളായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വലിയ പുസ്തകം വിറ്റുപോകുമെന്നൊരു ആശങ്ക പ്രസാധകര ആദ്യകാലത്തിൽ ഉലച്ചിരുന്നു എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിനെ ഓവർകം ചെയ്തത് മഹാകവി വള്ളത്തോൾ. അദ്ദേഹം പറഞ്ഞത്രേ, പാവങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ എൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റി കൂടി അതിലേക്ക് വകവെച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് ധീരമായ പിന്തുണയാണ് അങ്ങനെ നൽകിയതാണ്. പക്ഷേ പിന്നീട് കണ്ടത് ചരിത്രമാണ്. പാവങ്ങൾ വലിയ ലോകതലത്തിൽ എങ്ങനെയാണോ ലെ മിസറബിൾ സ്വീകരിക്കപ്പെട്ടത് അതിനേക്കാൾ വലിയ നിലക്ക് പാവങ്ങൾ മലയാളികളും സ്വീകരിക്കുന്ന കാഴ്ചയാണ്. അപാരമായ അനുകമ്പയുടെയും അസാധാരണമായ മനുഷ്യസ്നേഹത്തിൻ്റെയും ആദർശധീരതയുടെയും കഥകൾ പറയുന്ന ഈ നോവൽ, പാവങ്ങൾ എന്ന നോവൽ വിദ്യാർത്ഥികൾക്കിടയിൽ വായിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റിസാലയിൽ തവണ അത് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ടാവുക എന്നത് മനസ്സിലാക്കുക. തീർച്ചയായും.